നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ്. ആ ദമ്പതികൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു 8 സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 8 സ്റ്റെപ്പ് ഫോളോ ചെയ്യുക വഴി ഒരു പ്രഗ്നൻസി അവർക്കൊരു ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്റ്റെപ്പുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് മാനസികാരോഗ്യമാണ്. അതായത് നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആക്കിയിട്ട് വയ്ക്കുക എന്നുള്ളത്. അതായത് കപ്പിൾ, അതായത് ആണും പെണ്ണും ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തമ്മിലൊരു പ്രത്യേക ഒരു ബോണ്ട് വേണം. അവർ തമ്മിലത് ഡിസ്കസ് ചെയ്യണം, എങ്ങനെ വേണം, എപ്പോൾ വേണം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ സ്ട്രെസ് ഇല്ലാതെയും അതേപോലെ തന്നെ ആകുലതകൾ, വിഷമം അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് യോഗ ശീലമാക്കാം, അതേപോലെ മെഡിറ്റേഷൻസ് ചെയ്യാം, നല്ല മ്യൂസിക് കേൾക്കാം, കോമഡി കാണാം. അങ്ങനെ എന്തൊക്കെ വഴികൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വഴികളൊക്കെ നോക്കിയിട്ട് ഒരു മാനസികമായിട്ടൊരു പോസിറ്റീവായിട്ട് രണ്ടാളും നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേഡീസ്, അതായത് സ്ത്രീകൾ ഒരു 3 months ബിഫോർ, ഒരു 3 മാസം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 മാസം അവർ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവുന്നതിൽ നിന്ന് കുഞ്ഞിനെ പ്രിവെൻറ്റ് ചെയ്യും ഇങ്ങനെ ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അതായത് ഒരു 400 മൈക്രോഗ്രാം കഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു പ്രമേഹം, ആസ്മ, അലർജി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർക്ക് മരുന്ന് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും അവർക്ക് 400 മൈക്രോഗ്രാം മതിയാവില്ല. അവരൊരു ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് എത്ര, ചിലപ്പോൾ 5 ഗ്രാമൊക്കെ 5 മില്ലിഗ്രാമൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അത് എത്ര അളവാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതൊരു 3 മാസം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ട്ണർ മദ്യപാനം, പുകവലിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും, അപ്പോൾ അവർ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് അങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ആർക്കെങ്കിലും അങ്ങനെ പുകവലിയോ അങ്ങനെ മദ്യപാനം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതും കുഞ്ഞുങ്ങളിങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി ഡിലേ ആവാനും അതുപോലെ പ്രഗ്നൻ്റ് ആയ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രീമേച്ചർ ലേബർ, അതായത് തൂക്കക്കുറവ് ഉണ്ടാവാം, അങ്ങനെ അബോർഷൻസ് ഉണ്ടാവാം, അങ്ങനെയുള്ള സാധ്യതകൾക്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറയണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കുറേ നാളായിട്ട് കഴിക്കുന്നത്, അതായത് പ്രമേഹം, തൈറോയിഡ് അങ്ങനെ എന്തെങ്കിലും, വേറെ അലർജി, ആസ്മ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ കൂടുതലായി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെന്തെങ്കിലും ഈ മരുന്നുകൾ കഴിക്കുന്നത് വഴി ആ പ്രഗ്നൻസി ഡിലേ ആവാനോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ വരാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടോ എന്ന് അറിയണം. അപ്പോൾ അത് അവരെ കണ്ടിട്ട് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നാലാമത്തെ കാര്യം ഇതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമിത ഭാരമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഈ അമിത ഭാരമൊക്കെ ശരിക്കും PCOD അങ്ങനെയുള്ള ഓവുലേഷൻ ഡിലേ ആക്കും. അങ്ങനെ ഒരുപാട് മെൻസസ് കറക്റ്റ് ആവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ അമിത ഭാരമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏജിനനുസരിച്ചുള്ള BMI അവർക്കുണ്ടോ എന്ന് നോക്കുക. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണത്തിലൊക്കെ ഒരു കൺട്രോൾ ചെയ്തിട്ട് ഭാരമൊക്കെ ഒന്ന് കുറച്ചിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതേപോലെ സമീകൃത ആഹാരം കഴിക്കുക, അതുപോലെ നല്ല വെജിറ്റബിൾസ്, പഴവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ ഇലക്കറികൾ, ഇങ്ങനെയൊക്കെ വേഗം ദഹിക്കുന്നതായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഭാരം ഒന്ന് നോർമലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും അവർക്ക് ഈസി ആയിട്ട് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആറാമത്തെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരിക്കും ഒരു പാർട്ട്ണർ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരിക്കണം, നല്ലൊരു റിലേഷൻഷിപ്പിന് ഒരു നല്ല ബോണ്ട് ഉണ്ടായിരിക്കണം, അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എങ്ങനെ എപ്പോൾ അവർ തമ്മിൽ തുറന്ന് സംസാരിച്ചാൽ അവർക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവായിട്ടൊരു നല്ലൊരു ബോണ്ട് അവരുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നല്ലൊരു ബോണ്ട് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാൻ ചെയ്തു, ഇനി എങ്ങനെ, അതായത് പീരീഡ്സ് ആയിട്ട് ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ പീരീഡ്സ് ആയിട്ട് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഒരു 7th ഡേ പീരീഡ്സ് ആയി, 7th ഡേ, 14th ഡേ, ഒരു 14th ഡേ അതായത് 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നോർമലി നടക്കേണ്ടത്. നോർമൽ പ്രോസസ്സ് അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം ചിലർക്ക് നേരത്തെ ആവും, ചിലർക്ക് നേരം വൈകിയാവും, ചിലർക്ക് 2 ദിവസത്തിൻ്റെ വ്യത്യാസം വരും, ചിലർക്ക് 3, അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ഓവുലേഷൻ ശരിക്കും പലർക്കും ഏതാണ് കറക്റ്റ് ഡേറ്റ്, എന്നാണ് ഓവുലേഷൻ നടക്കുന്നത് ഡിറ്റക്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
പീരീഡ്സ് ആയി 7th ഡേ കഴിഞ്ഞു, 8th ഡേ കഴിഞ്ഞു, അതായത് 9ാമത്തെ ദിവസം തൊട്ട് 9, 11, 13, 15, 17, 21 ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ കൂടി ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും ഓവുലേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ സമയത്ത് ബന്ധപ്പെടുന്ന സമയത്ത് പ്രഗ്നൻസി പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പിൽ ഈ ഒരു ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി 8th സ്റ്റെപ്പ്, ഇങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്തതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ കൂടെ ഒരു സെൽഫ് പോസിറ്റീവ് ടോക്ക് ഉണ്ടാവണം. അതായത് ഹസ്ബൻഡും വൈഫും തമ്മിൽ അവരുടെ ഇടയിലുണ്ടായിരിക്കണം. സ്വന്തമായിട്ടും പോസിറ്റീവായിട്ടിരിക്കണം. അതേപോലെ തന്നെ നല്ല സ്വപ്നങ്ങൾ കാണും. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, അതേപോലെ അവർക്ക് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്, അവർക്കൂടെ പേര് കണ്ടുപിടിച്ച് വയ്ക്കുക. അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ട് ഇനി ഉള്ള പ്രോസസ്സും കൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യുന്നത് വഴി ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഈസി പ്രഗ്നൻസി, അതായത് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടും സാധിക്കും.